ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അജൈൽ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചിട്ടാണ്. എനിക്ക് അജൈൽ ട്രാൻസ്ഫോർമേഷൻ്റെ പാർട്ടാവാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ അത് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ അജൈലിലെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നതിന് ആദ്യം കാരണം നമ്മൾ കണ്ടെത്തണം. എന്തുകൊണ്ടാണ് ആ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു കമ്പനി അജൈലിലേക്ക് ട്രാൻസ്ഫോം ആവുന്നതെന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒത്തിരി റീസൺ ഉണ്ടാവാം. ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഫുൾ എല്ലാവരും അജൈൽ യൂസ് ചെയ്യുന്നു അതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, അതൊരു മാർക്കറ്റ് ട്രെൻഡ്, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്, അല്ലെങ്കിൽ അതിന് പല റീസൺസ് ഉണ്ടാവാം. നമ്മൾ ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, അതിനുശേഷം ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ അത് എക്സിസ്റ്റിംഗ് ടീം മെമ്പേഴ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ നിന്നാണ് എക്സിസ്റ്റിംഗ് ഒരു മെത്തഡോളജിയിൽ നിന്നാണ് നമ്മൾ അജൈലിലേക്ക് മാറുന്നത്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് മാറ്റാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് ആദ്യം ഒരു റോഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഒരു 6 months മാക്സിമം നമ്മൾ 6 months നമ്മളിത് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ മാനേജേഴ്സിന് നമ്മൾ കൊടുക്കണം. ഓക്കെ, ബിഫോർ 6 months ആണെങ്കിൽ അത്രയും നല്ലത്, പക്ഷേ മാക്സിമം നമുക്ക് 6 months കൊടുക്കാം. ദെൻ ആ റോഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മന്ത്ലി ടാർഗറ്റ് ഓർ ബൈ വീക്ക്ലി ടാർഗറ്റാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് 2 weeks ഞങ്ങൾ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഈ 2 weekലാണെങ്കിൽ ഓർ 1 month ആണെങ്കിലും ഓക്കെ, ട്രെയിനിങ് എന്ന് പറയുന്നത് ഓർ വർക്ക്ഷോപ്പ്, അജൈൽ അവയർനെസ് വർക്ക്ഷോപ്പ് കൊടുക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കണം. അതായത് വീക്ക്ലി മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ഓർ എവറി മൺഡേ എന്ന് കൊടുക്കുന്നതിന് പകരം കണ്ടിന്യൂസ് 1 week മൺഡേ ടു ഫ്രൈഡേ 5:30 to 6 or 5 to 6 എന്നുള്ളൊരു കോൾ സ്കെഡ്യൂൾ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഫിസിക്കലാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഒരു മീറ്റിംഗ് ഹാളിൽ നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുക, അതിന് വർക്ക്ഷോപ്പ് ക്രിയേറ്റ് ചെയ്യുക, അജൈൽ അവയർനെസ് കൊടുക്കുക. അങ്ങനെ സെറ്റ് ചെയ്യാണ് ആദ്യം ചെയ്യേണ്ടത്, കണ്ടിന്യൂസ് ഡേ. അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിൽ എന്താ പറയുക, ടൂൾസ് അല്ലെങ്കിൽ എന്താ പറയുക, ഫ്രെയിം വർക്ക് സെലക്ഷൻ. ഓക്കെ, അപ്പോൾ ഫ്രെയിം വർക്ക് സെലക്ഷനിൽ വരുന്നത് നമ്മൾ ഏത് ഫ്രെയിം വർക്കാണ് സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ ടീം മെമ്പേഴ്സിനോട് കൂടി ഡിസ്കസ് ചെയ്തിട്ട് വേണം ഫ്രെയിം വർക്ക് സെലക്ഷൻ. ഓരോ ഫ്രെയിം വർക്ക്സിൻ്റെയും പോസിറ്റീവ്സും അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതും അതിൻ്റെ നെഗറ്റീവ്സും പറഞ്ഞു കൊടുത്തിട്ട് അതിന് ശേഷം നമ്മൾ ഫ്രെയിം വർക്ക് സെലക്ട് ചെയ്യുന്നു, പ്ലസ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ഫ്രെയിം വർക്ക് ഏതൊക്കെയാണെന്ന് അറിയില്ല, നമ്മളറിയാമല്ലോ, സ്ക്രം, ക്യാൻബാൻ, സ്ക്രം ഓർ സേഫ്, എൻ്റർപ്രൈസ് ലെവലാണെങ്കിൽ സേഫ് ഓർ എന്താ പറയുക, ക്രിസ്റ്റൽ, എക്സ്പി, ഏത് വേണമെങ്കിൽ നമുക്ക് പറയാം, ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഏതാണ് ടൂൾ, ലൈക്ക് ജീര ആണോ, ADO ആണോ, അതേതാണ്, റാലി ആണോ, ട്രെല്ലോ ആണോ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒരു ഫൈനലൈസ് ചെയ്യണം. അതിനൊരു 15 days എടുക്കും, അല്ലെങ്കിൽ ഒരു 2 weeks നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ അതിനുശേഷം വരുന്നതാണ് ടീം മെമ്പേഴ്സിന് സ്ട്രക്ചറിങ്. അപ്പോൾ നമുക്കറിയാം ഒരു സ്ക്രം ടീമിൽ മാക്സിമം 10 members ആണ്. അപ്പോൾ മിനിമം ആ ഒരു ഇതിൽ നമ്മൾ നമ്മൾ ചൂസ് ചെയ്തിട്ട് റീഓർഗനൈസ് ചെയ്ത് പല ടീംസാക്കി നമ്മൾ ടീംസാക്കി വെക്കണം. ഓക്കെ, ദെൻ വരുന്ന കാര്യമാണ് ഇത് മീറ്റിംഗ് സ്കെഡ്യൂൾ ചെയ്യാന്നുള്ളത്, ലൈക്ക് സ്ക്രം സെറിമണീസ്. ഓക്കെ, ഇത് സ്കെഡ്യൂൾ ചെയ്യണം. അതെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി സ്റ്റാൻഡപ്പ് കോൾ, കണ്ടിന്യൂസ് കോൾ സ്കെഡ്യൂൾ ചെയ്യുന്നതിന് പകരം വീക്ക്ലി 2 or 3 calls സ്റ്റാൻഡപ്പ് കോൾ നമ്മൾ സ്കെഡ്യൂൾ ചെയ്യുന്നു. അതിൽ ബാക്ക്ലോഗ് റിഫൈൻമെൻറ്റ് മീറ്റിംഗ് സ്കെഡ്യൂൾ ചെയ്യുന്നു. സ്പ്രിൻറ്റ് പ്ലാനിങ്, റിവ്യൂ, റിട്രോ, ഇതെല്ലാം കണ്ടിന്യൂസ് അല്ലാതെ നമ്മൾ കുറച്ചായിട്ട് അവർക്ക് എന്താണെന്ന് അറിയാനായിട്ട് നമ്മൾ സ്കെഡ്യൂൾ ചെയ്യുന്നു. അതിനുശേഷം ഇത് ഒരു ഡെയിലി പ്രാക്ടീസായിട്ട് കൊണ്ടുവരുന്നു. DSU എല്ലാം ഒരു ഡെയിലി ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്നു. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അതിനുശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത് KPI ഓർ മെട്രിക്സ്. നമ്മൾ ഏത് മെട്രിക്സാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, അത് നമ്മൾ നമ്മുടെ ലീഡേഴ്സ് ഓർ മാനേജേഴ്സിന് അയക്കുന്നു. ആദ്യം തന്നെ ലീഡ് ടൈം, സൈക്കിൾ ടൈമിലേക്ക് പോകുന്നതിന് പകരം ആദ്യം തന്നെ ചെറിയ മെട്രിക്സ്, ലൈക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ബേൺ ഡൗൺ ചാർട്ട്, ബേൺ അപ്പ് ചാർട്ട് തന്നെ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എത്ര ലീഡേഴ്സിനാണെങ്കിലും നമ്മുടെ ടീം മെമ്പേഴ്സിനാണെങ്കിലും ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഇത്. അപ്പോൾ മെട്രിക്സ് ചൂസ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ലെവൽ ഓഫ് അസസ്മെൻറ്റ്, അജൈൽ മെച്യൂരിറ്റി അസസ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, 6 months തന്നെ, അത് ഫസ്റ്റ് 6 months ചെയ്യുന്നു. ദെൻ അതിനുശേഷം ഓരോ 3 months കൂടുമ്പോഴും ഈ മെച്യൂരിറ്റി അസസ്മെൻറ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ റിപ്പോർട്ട് നമ്മൾ കീപ്പ് ചെയ്യും, നമ്മൾക്കത് അയച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്ത ഒരു അജൈൽ ട്രാൻസ്ഫോർമേഷൻ ജേണി എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.